കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ്. വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ കൺട്രിയായ USA ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡിൽ പടർന്ന് പന്തലിക്കുന്ന തീയെക്കുറിച്ച്. അത് 30,000 ഹെക്ടേഴ്സിനാണ് ഇത് ഓൾറെഡി വിഴുങ്ങിക്കഴിഞ്ഞത്. 95 മൈൽസ് പെർ ഹവറിലാണ് ഇത് പടർന്ന് പന്തലിക്കുന്നത്. അറൌണ്ട് 150 ബില്യൺ ലോസ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. 1,80,000 പരം ആൾക്കാരെ മാറ്റി താമസിപ്പിച്ച് കഴിഞ്ഞു. 10-ൽ പരം ആൾക്കാർ മരിച്ചു. അതുപോലെ തന്നെ 5,000-ൽ പരം ബിൽഡിങ്ങുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി. US പ്രസിഡന്റ് പറയുന്നത് US ചരിത്രത്തിലെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ഫയർ ആണ് ഇത് ഉണ്ടായതെന്ന്. അവിടുത്തെ ഫയർ എക്സ്പേർട്സ് പറയുന്നത് നമ്മളെ കൊണ്ട് അണക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ഇതിനുള്ള എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. ഒരു സൈഡ് നമ്മൾ തീ അണക്കുമ്പോൾ മറുവശത്ത് അതിനേക്കാളും പവർഫുൾ ആയിട്ട് തീ പടർന്ന് പന്തലിക്കുകയാണെന്നാണ്. ഹോളിവുഡിലെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, നടന്മാർ ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. എല്ലാം കൊണ്ട് സെക്യൂർ ആയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫയർ വന്നിട്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ സമയത്ത് നമ്മളെല്ലാവരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തരംഗമാവുന്ന ഒന്നാണ് ജെയിംസ് വുഡിന്റെ വേർഡ്സ്. അതായത് നോ സീസ് ഫയർ, നോ കോംപ്രമൈസ്, നോ ഫോർഗിവ്നെസ്, കിൽ ദം ഓൾ. ഗാസയിലെ സീസ് ഫയറിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി വെച്ച ഒരു വീടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബംഗ്ലോ ഇന്ന് കത്തിനശ് ചാമ്പലായി എന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂസ് ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം കരയുകയാണ്. നമ്മളെല്ലാവരും ഓർക്കേണ്ടത് മറ്റുള്ളവന്റെ സങ്കടത്തിനെ നമ്മൾ ഒരിക്കലും ആഘോഷിക്കാൻ പാടില്ല. ഏതൊരു സമയത്തും നമുക്ക് തിരിച്ച് അത് വരും എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണിത്.